BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും ഒളിവിൽ തുടരുന്നു. ഇരുവരുടെയും മുൻകൂർ ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കും. അതിനിടയിൽ നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എത്തുന്നുമുണ്ട്. നിഖിൽ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഈ സംഭവം ഉണ്ടായി, കേസായി, അതിനൊക്കെ പിന്നാലെ മുങ്ങിയതാണ് ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും. ഇതുവരെയായിട്ടും ഒരു വിവരവും രണ്ടുപേരെ കുറിച്ചുമില്ല. സേതു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അതുതന്നെയാണ്. ഇത്രയും ദിവസമായിട്ടും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഡോക്ടർ റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരെക്കുറിച്ച് വിവരമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇവരെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം ഇവർ രണ്ടുപേരും കേരളത്തിന് പുറത്താണ് എന്നുള്ളത് മാത്രമാണ്. കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും നാളെയാണ് ഇരുവരുടെയും മുൻകൂർ ജാമ്യ ഹർജി തലശ്ശേരി കോടതി പരിഗണിക്കുന്നത്. അതിനു മുൻപ് പോലീസ് റിപ്പോർട്ട് നൽകാനുള്ള സാധ്യതയും ഇതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ വശങ്ങൾ കൂടി പരിഗണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ രണ്ട് വകുപ്പുകളാണ് ഇവർക്കെതിരെയും ഉള്ളത്. ഒന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്, മറ്റൊന്ന് ഈ പട്ടികജാതി പട്ടികവർഗ അധിക്ഷേപ നിരോധന നിയമമാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും കൃത്യമായ തെളിവുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ഉണ്ടോ എന്ന കാര്യത്തിലാണ് നിയമപരമായി അതിന്റെ ഒരു സാങ്കേതിക വശം അവിടെ നിൽക്കുന്നത്. അക്കാര്യങ്ങൾ കൂടി പോലീസ് പരിഗണിക്കുന്നുണ്ട് ഈ അറസ്റ്റിന് മുൻപ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നിർണായകമായിരിക്കും. മുൻകൂർ ജാമ്യം നൽകിയില്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോലീസ് ഉടൻ കടക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അഥവാ മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ ഇവരോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിക്കാനും പോലീസിനോട് അറസ്റ്റ് പാടില്ല എന്ന് പറയാനുമുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ തെളിയിക്കുന്ന തരത്തിലേക്ക് ഈ മൊഴികൾ ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട് പോലീസിന്. ആ കാര്യങ്ങളിലാണ് പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുന്നത്. അത് ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നൊരു പക്ഷേ വീണ്ടും ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് അച്ഛനും സഹോദരി ഭർത്താവും കണ്ണൂരിലുണ്ട്. അവരിൽ നിന്നുകൂടി അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒപ്പം ഇന്ന് ഈ നിതിൻ രാജിന്റെ അച്ഛനും സഹോദരി ഭർത്താവും അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലേക്ക് എത്തുന്നുണ്ട്. നിതിൻ രാജ് വീണ് മരിച്ച ആ കെട്ടിടത്തിന്റെ പരിസരത്തേക്ക് അവർ പോകും ഇന്ന്. മാത്രമല്ല മാനേജ്മെന്റ് ഇവരുമായി ഒരു ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇവരെ കാണാം, സംസാരിക്കാം കാര്യങ്ങൾ എന്ന തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു നിർദ്ദേശം കൂടി കുടുംബത്തിന് മുന്നിൽ മാനേജ്മെന്റ് വെച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടിയാണ് കുടുംബം അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് എത്തുന്നത്. ഒപ്പം ഇന്നും ചില പ്രതിഷേധങ്ങളൊക്കെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന് മുന്നിൽ നടക്കും. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ നിതിൻ രാജിന്റെ മരണത്തിന് ശേഷം മുങ്ങിയ അധ്യാപകരെ ഇനിയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല.